അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി. പൊക്കോട്ടൂർ സാഹിബ്, ഞാൻ റഫീഖ് ഫൈസി, മണ്ണാർക്കാട് SKSF മേഖലാ പ്രസിഡന്റ്. ഇൻഷാ അല്ലാഹ് നിങ്ങളെ ജാമ്യയിലെ പ്രസംഗം ഇന്നലെ കേട്ടു. ഞാൻ വളരെയധികം ഉഷാറായിട്ടുണ്ട്. അതിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് നാലാളെ മുന്നിലിരുത്തി സംസാരിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ ശരിക്കും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിങ്ങൾ സംസാരിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളിലുള്ള ഒരു സംശയം ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വോയിസ് നിങ്ങൾക്ക് അയക്കുന്നത്. നിങ്ങളതിൽ പറയുന്നുണ്ട്, പെരിന്തൽമണ്ണയിൽ ഒരു വിഭാഗം ആളുകൾ പ്രതിഷേധ സംഗമം നടത്തി. ശരിയാണ്, അവിടെ പ്രതിഷേധ സംഗമം നടന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അഷ്കർ അലി ഉസ്താദിൻ്റെ ശിഷ്യന്മാർ സംഘടിപ്പിച്ച ഒരു പ്രതിഷേധ സമ്മേളനം അവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ അതിൽ പങ്കെടുത്ത ആളുകൾ ആരാന്ന് നിങ്ങൾ നോക്കണം. SKSFൻ്റെ സംസ്ഥാന നേതാക്കന്മാർ OPM അഷറഫ് സാഹിബ്, സത്താർ പന്തല്ലൂർ, മുസ്തഫ മുണ്ടുപാറ സാഹിബ്, പിന്നെ SYSൻ്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി, ഇങ്ങനെയുള്ള വലിയ വലിയ നേതാക്കന്മാരാണ് അതിൽ പങ്കെടുത്തത്. അപ്പോൾ അവർ പങ്കെടുക്കുമ്പോൾ, അത്രയും വലിയൊരു സമ്മേളനം അവിടെ സംഘടിപ്പിക്കുമ്പോൾ അങ്ങനെയല്ലായിരുന്നു അത് ചെയ്യേണ്ടത്. അവർ ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഒരു പരാതി നൽകുകയായിരുന്നു. ജാമിയ കമ്മിറ്റിയിൽ നിന്ന് ബഹുമാനപ്പെട്ട അഷ്കർ അലി ഫൈസിയെ പുറത്താക്കിയതിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായി അത് ബോധ്യപ്പെടുത്തുന്ന ഒരു പരാതി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് കൊടുക്കേണ്ടതായിരുന്നു എന്നാണ് നിങ്ങൾ ജാമ്യയിൽ പ്രസംഗിച്ചത്. എന്നാൽ ഞാൻ നിങ്ങളോട് സാന്ദർഭികമായിട്ടൊരു കാര്യം സൂചിപ്പിക്കട്ടെ. ഇതേ പണി നിങ്ങളും ചെയ്യേണ്ടതായിരുന്നു. അവരങ്ങനെ സമ്മേളനം നടത്തിയത് തെറ്റാണെങ്കിൽ നിങ്ങൾ ആ തെറ്റിനെ തെറ്റുകൊണ്ടല്ലോ പ്രതിരോധിക്കേണ്ടത്, നിങ്ങൾ ശരി കൊണ്ട് പ്രതിരോധിക്കേണ്ടിയിരുന്നു. നിങ്ങൾ ജാമ്യയിൽ പൈതൃക സമ്മേളനം എന്ന പേരിൽ വിളിച്ചു വരുത്തി അതിന് മറുപടി പറയല്ല വേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? അതിൽ പങ്കെടുത്ത SKSFൻ്റെ നേതാക്കന്മാർ, അത് സംസ്ഥാന നേതാക്കന്മാർ OPM അഷറഫ് സാഹിബ്, അതുപോലെ തന്നെ SYSൻ്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി, അതുപോലെ തന്നെ മറ്റ് സത്താർ പന്തല്ലൂർ സാഹിബ്, മുസ്തഫ മുണ്ടുപാറ സാഹിബ്, ഇങ്ങനെ വലിയ നേതാക്കന്മാർ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇവർക്കെതിരെ നിങ്ങളാണ് ഒരു പരാതി കൊടുക്കേണ്ടത്. വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇവർ, അതുകൊണ്ട് ഇവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ മാതൃകാപരമായിട്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഒരു പരാതി കൊടുക്കുകയായിരുന്നു നിങ്ങൾ വേണ്ടത്. നിങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷെ നിങ്ങൾക്ക് അതിൽ ആത്മാർത്ഥത അല്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി നിങ്ങൾ അവിടെ സംഘടിപ്പിക്കൂല. അപ്പോൾ കാര്യങ്ങളെല്ലാവരും തിരിയുന്നുണ്ട്. പിന്നെ ഇതിൽ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആരോപിക്കുന്ന ഷജറ എന്ന് പറയുന്ന വിഭാഗം, അവർ 99% പേരും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും മെമ്പർഷിപ്പുള്ള ആളുകളുമാണ്. ഇപ്പോഴും മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും, അതുപോലെ തന്നെ ഇനി ഭാവിയിൽ മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുള്ളവരും, നിലവിൽ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്ന ആളുകളുമാണ്. പക്ഷെ അവർക്കൊരു പ്രത്യേകത ഉണ്ട്. അവർ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ മാതൃകയാക്കുന്ന ആളുകളാണ്. അവർ ബഹുമാനപ്പെട്ട സമസ്തനെ ആരെങ്കിലും ആക്ഷേപിച്ച, ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിനെ ആരെങ്കിലും ആക്ഷേപിച്ച കൃത്യമായി ഇടപെടുകയും അതിന് മറുപടി പറയുകയും ചെയ്യും. അതിന് അവർ നെട്ടല് ആരുടെ മുന്നിലും വളച്ചു നിൽക്കാറില്ല. പക്ഷെ നിങ്ങളൊന്നും ചെയ്യുന്നത് അങ്ങനെയല്ല. ഇപ്പോൾ PMA സലാം ഒരു പ്രാവശ്യം ബഹുമാനപ്പെട്ട ജഫീരി തങ്ങളെ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു. അതുപോലെ തന്നെ അതിൻ്റെ മുമ്പ്, കുറച്ച് മുമ്പ് PK ഫിറോസ് സമസ്തയെ അവഹേളിച്ചു. ഈ സമയത്തൊക്കെ നിങ്ങളൊക്കെ ഉണ്ട്, സമസ്തൻ്റെ പ്രവർത്തകരായി നിങ്ങളൊക്കെ മുന്നിലുണ്ട്. പക്ഷേ നിങ്ങൾ അന്ന് ആരും സമസ്തക്ക് വേണ്ടി സംസാരിക്കാനോ അല്ലെങ്കിൽ സമസ്തൻ്റെ പേരിൽ പൈതൃക സമ്മേളനം സംഘടിപ്പിക്കാനോ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ഇതിൻ്റെ അജണ്ടകൾ എന്താണെന്ന് എല്ലാവർക്കും കൃത്യമായി മനസ്സിലാകുന്നുണ്ട് സാഹിബ്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളടിയിൽ സംസാരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ജനങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്, അന്നം തിന്നുന്ന ആളുകളാണ്. അപ്പോൾ ഇവിടെ SKSFൻ്റെ പ്രവർത്തകരെന്ന് പറയുന്ന ആളുകൾ സമസ്തയുടെ കൂടെ ഉറച്ചു നിൽക്കും, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ശബ്ദിക്കും. അവിടെ നമ്മൾ രാഷ്ട്രീയ പാർട്ടി ലീഗാണെന്ന് വിചാരിച്ച് ലീഗിൻ്റെ ഭാഗത്തുനിന്ന് സമസ്തക്കെതിരെയോ സുന്നത്ത് ജമാഅത്തിനെയോ എന്തിനും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നല്ല മറുപടി പറയും. അത് കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ കൃത്യമായി ഇടപെടും. അതിന് ആരുടെ മുന്നിലും ഓച്ചാനിച്ച് നിൽക്കുന്ന പരിപാടി, എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടി SKSFൻ്റെ പ്രവർത്തകർ നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുകയും വേണ്ട. അവരെ നിങ്ങൾ വായടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും വേണ്ട. ഏതെങ്കിലും ഒരു പ്രത്യേക തറവാട് വിഭാഗത്തിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ആളുകളെ കാണിച്ചുകൊണ്ട് നിശബ്ദരാക്കാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കണ്ട. അത് നടക്കാൻ പോണ കാര്യമല്ല. അത് കൃത്യമായി ഇടപെടും. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഞങ്ങളോട്, പ്രത്യേകിച്ച് SKSFൻ്റെ പ്രവർത്തകരോട് ഇങ്ങനെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായി ഇന്ന അച്ചടക്കങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാലിക്കും. അല്ലാതെ നിങ്ങളെപ്പോലത്തെ ചില ഏഴാങ്കൂലികളൊന്നും എന്തെങ്കിലും പറയുന്നതിനൊന്നും ഞങ്ങൾ ഒതുങ്ങിയിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുകയേ വേണ്ട. ബഹുമാനപ്പെട്ട സമസ്തക്ക് വേണ്ടി, അതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഞങ്ങളെ കഴിവിൻ്റെ പരമാവധി, ഞങ്ങൾക്ക് ഈ ഈമാൻ നിലനിൽക്കുന്ന കാലത്തോളം ഞങ്ങൾ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതിന് നിങ്ങളൊന്നും വിചാരിക്കേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളിതിന് മറുപടി തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും.